നമ്മളിനി പോകുന്നത് കുട്ടനാട്ടിലേക്കാണ്. അവിടെ നിന്നും ക്രിസ്റ്റീന ചെറിയാൻ ചേരും. ലോകത്തിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് ഇതാണ് ഇതാണെന്ന് ഓരോ വിദേശ വിനോദസഞ്ചാരിയും പറഞ്ഞു പോകുന്ന നാട് കുട്ടനാട്. കേരളത്തിന്റെ നെല്ലറ. ഇത് കണ്ടില്ലേ, നെല്ല്. നമ്മളെയൊക്കെ അന്നമൂട്ടുന്ന നെൽ കർഷകരുടെ നാട്. ലോകത്തെല്ലാവരും കുട്ടനാടിനെ അതിന്റെ പ്രകൃതി രമണീയത കൊണ്ടും പരിശുദ്ധി കൊണ്ടും ഒക്കെ വാഴ്ത്തിപ്പാടുമ്പോഴും ഈ കുട്ടനാട്ടിലെ ആൾക്കാരുടെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റമുണ്ടായി, അവർക്ക് എത്രത്തോളം സന്തോഷത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കും. അവരുടെ ഒരു രാഷ്ട്രീയ മനസ്സ് തീർച്ചയായും ചിന്തിക്കുന്ന അങ്ങനെയായിരിക്കും. ടൂറിസവും കായൽ കൃഷിയും അതേപോലെ തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളും ഒക്കെയാണ് കുട്ടനാടിനെ ബാധിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഒന്ന് എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് കുട്ടനാട്. പ്രളയക്കെടുതികൾ, മറ്റ് ചിറ വീഴുന്നത്, ഇതൊക്കെ ഇവരുടെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധ്യമാകുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്ന സ്ഥാനാർത്ഥികൾക്കായിരിക്കും ഇവർ വോട്ട് ചെയ്യുന്നത്. സ്ഥിരമായ ഒരു രാഷ്ട്രീയം ഇല്ലെങ്കിൽ പോലും 3 ഘടകകക്ഷികളിലെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. LDFന് വേണ്ടി മത്സരിക്കുന്ന NCPയുടെ തോമസ് കെ തോമസ് ആണ്. കഴിഞ്ഞ തവണയും അദ്ദേഹം മത്സരിച്ച് വിജയിച്ചതാണ്. UDFന് വേണ്ടി മത്സരിക്കുന്നത് റെജി ചെറിയാനാണ്. ഇപ്പോൾ ഇവിടെ ഒരു പേയ്മെന്റ് സീറ്റാണെന്ന ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. NDAക്ക് വേണ്ടി മത്സരിക്കുന്ന BDJSന്റെ സന്തോഷ് ശാന്തിയാണ്. അപ്പോൾ 3 പേരും തമ്മിൽ ഒരു ത്രികോണ പോരാണോ? എന്തായിരിക്കും ഈ കുട്ടനാടിന്റെ ജനമനസ്സെന്ന് നമുക്കറിയാം. അതിനു മുമ്പ് മണ്ഡല ചിത്രത്തിലേക്ക്. പിന്നെ നമ്മൾ പോകുന്നത് കുട്ടനാട്ടുകാരുടെ മനസ്സിലിരിപ്പ് എന്താണ്, എന്തിനായിരിക്കും അവർ വോട്ട് ചെയ്യുന്നത്, ഒരു ഭരണമാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ടോ, അവർക്ക് വേണ്ട വികസനം ഇവിടെ ലഭിക്കുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ, പിണങ്ങിയിരിക്കുവാണോ? കുട്ടനാട്ടിലെ വോട്ടറാണോ? കുട്ടനാട്ടുകാരനാ. എന്താ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ അവസ്ഥ? ഇവിടെ എല്ലാവരും ഒരുപോലെ പോകുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. കുട്ടനാട് മണ്ഡലത്തിൽ ഒരു പ്രശ്നമില്ല. കുട്ടനാട് മണ്ഡലത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ വികസനങ്ങളൊക്കെ വളരെ പുറകോട്ട് തന്നെയാണ്. വികസനം ഇല്ലാന്ന് പറയുന്നൊരു പ്രശ്നമല്ലേ? വികസനമില്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. അല്ലാതെ ഞാൻ പറഞ്ഞാൽ മറ്റേ രാഷ്ട്രീയപരമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. ഇല്ല. അപ്പം നമ്മുടെ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് നമ്മുടെ സജി ജോസഫ് കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടതും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊന്നും ബാധിക്കില്ല? അതൊന്നും ബാധിക്കത്തില്ല. ഇല്ല. ചേട്ടാ, കുട്ടനാട്ട് എന്താ പറയാനുള്ളത്? നമ്മൾ അങ്ങനെ പറയാം, നമ്മളൊക്കെ വോട്ടർമാരല്ലേ, നമുക്ക് വോട്ട് കരുതല്ലേ. അപ്പൊ എന്താ ഇവിടെ എന്ത് മാറ്റം വരണോ അതോ വേണ്ടേ? ഇവിടെ വികസനം കുറവായി പറഞ്ഞ കണക്ക് തന്നെ. അതേ ഉള്ളൂ ഇവിടുത്തെ പ്രശ്നങ്ങൾ. അപ്പൊ വികസനം വരണമെങ്കിൽ ആര് വരണം? അതിപ്പോ ആരാണ് വരുന്നത്? ഇപ്പം നിലവിൽ LDF ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ പോകുന്നുണ്ടോ? ഇവിടെ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം LDFന്റെ ഭരണം കൊണ്ട് നേട്ടമില്ലാന്ന് പറയുന്നു. ചേട്ടാ, അതെന്താ പാസ് പറയുന്നത്? ചേട്ടൻ എന്താ പറയാത്ത? എനിക്കൊന്നും പറയാനൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ യാതൊരു വികസനം നടക്കുന്നില്ല. LDFന്റെ ഒരു MLA ഉണ്ടോയെന്ന് പോലും അറിയാൻ MLA ഓഫീസാണ്. പക്ഷേ ഇവിടെ LDFന്റെ MLA കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ടിട്ടില്ലേ? എവിടെ, എങ്ങനെ കാണാൻ? എറണാകുളത്ത് അങ്ങനെ താമസിക്കുന്നു പറയുന്നുണ്ട്. അങ്ങനെ പാടില്ല. നമുക്ക് കാണാൻ പറ്റുന്ന, നമുക്ക് പ്രയാസം പറയാൻ പറ്റുന്ന ഒരു MLA ആയിരിക്കണം എന്നാണോ ചേട്ടൻ പറയുന്നത്? തീർച്ചയായിട്ടും. ഇനി എന്തെങ്കിലും ഇവിടെ വികസനമൊക്കെ കാര്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ NDA തന്നെ വരണം. NDA വരുമോ? 2016 സുഭാഷ് ബാസു 33,000 വോട്ട്, അതായത് NDAയുടെ വോട്ട് ഷെയർ 5 ഇരട്ടി കൂട്ടിയ മണ്ഡലമാണ്. അപ്പൊ ഇത്തവണ സന്തോഷ് ശാന്തി വരുമ്പോ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? വികസനം ഉണ്ടാകണം. വെള്ളത്തിന്റെ ബഹളോ, പക്ഷെ കുടിക്കാനില്ല. അതാണ്, വെള്ളം സർവത്ര, തുള്ളി കുടിക്കാനില്ലത്ര എന്നാണ് ഇവർ പറയുന്നത്. ചേട്ടാ, എന്താ ചേട്ടാ ഇവിടെ വികസനം ഇല്ല എന്ന് പറയുന്നവരുണ്ട്, വികസനമൊക്കെ ഉണ്ടോ? ഇവിടെ ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ പാടശേഖരങ്ങൾക്ക് ഒരു പുറമുണ്ട്. ഇതുവരെ ആയിട്ടില്ല. കുട്ടനാട്ടുകാർക്ക് യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഈ ചിറ വീഴുന്നതൊക്കെ വലിയ പ്രശ്നം. മടവിൽ ചെയ്താലും സമുദ്രത്തിൽ താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പാടശേഖരങ്ങൾക്ക് പുറമുണ്ട്, കൽക്കെട്ട് ഉണ്ടാകണം. എന്താ ഇത് ഒരു സ്ഥിര പരിഹാരം ഇതിനില്ലാത്തത്? വർഷങ്ങളായിട്ട് അത് ഭരണാധികാരികളുടെ ഉദാസീനതയാണ്. ചേട്ടാ, എന്ത് പറയുന്നു? ആര് ഭരിച്ചാലും നമുക്ക് വെള്ളം കിട്ടിയാൽ മതി, അത്ര തന്നെ, വേറൊന്നുമില്ല പറയാൻ. എന്തൊരു ഗതികേടാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടണമെന്ന് പറയുന്ന ഒരു ജനത. അപ്പോൾ അവരുടെ ആ ഒരു പ്രശ്നം വളരെ ജെനുവിനായിട്ടുള്ള കാര്യമാണ്. അതിനൊരു പരിഹാരം ഇനിയെങ്കിലും ഉണ്ടാകും. അവരുടെ വോട്ട് തീർച്ചയായും അത് ബാധിക്കും. ചേട്ടാ, തെരഞ്ഞെടുപ്പ് ഷൂട്ടിൽ ഇവിടെ ഇങ്ങനെ ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുക അല്ലേ? പറഞ്ഞു, എന്താ ഇവിടുത്തെ എവിടെയാണ്? ഇടതുപക്ഷം ഹൃദയപക്ഷം. അതെയോ? എന്നിട്ട് ഈ അപ്പുറത്തിരിക്കുന്ന ചേട്ടന്മാരൊക്കെ പറയുന്നല്ലോ വികസനമൊന്നും വന്നിട്ടില്ല എന്ന്.
ചേട്ടൻ കണ്ണൂർന്ന് നോക്കാനിട്ടോ മേലോട്ട് കയറി നോക്കാൻ പറഞ്ഞത്. പാലം കണ്ടില്ലേ, റോഡ് കണ്ടില്ലേ? ചേട്ടാ എന്ത് ചെയ്യും? ചേട്ടൻ പോയോ? സംസാരിക്കുന്നേ ഉള്ളൂ. പാർട്ടി അനുഭാവിയാണ് അവൻ അങ്ങനെ സംസാരിക്കുന്നത്. അങ്ങ് മേളിലോട്ട് നോക്കിയ വികസനം കാണാന്ന് പറഞ്ഞു. മേളിലോട്ട് നോക്കിയ ഏത് വികസനം? അതുകൊണ്ട് ഇത് പാലം കണ്ടോ? ഇത് പാലം കണ്ടു. 3-4 വർഷമേ ഉള്ളൂ. പക്ഷേ ഈ കുടിവെള്ളം കിട്ടാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എന്ത് ചെയ്യും ചേട്ടാ? അതിപ്പം ഇനി അടുത്ത ഭരണം തുടരുമ്പോഴത്തേക്കും വന്നുകൊണ്ടിരിക്കും, വെള്ളം വരും, എല്ലാവർക്കും കിട്ടും. റോഡ് സൈഡൊക്കെ വലിയ ഇത് വരുന്നുണ്ട്, പൈപ്പ് വന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ. ഇപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കുടിവെള്ള പദ്ധതി എന്ന ജപ്പാൻ കുടിവെള്ള പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയൊക്കെയാണ്. ഇവിടുത്തെ സർക്കാർ പറയുമ്പോൾ അത് ഞങ്ങളാണ് ഇത് റോഡ് നിർമ്മിച്ചത്, പാലം നിർമ്മിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനല്ലേ അനുഭാവികൾ പറയും. അതുപോലെ ഇവർ പറയുന്നുണ്ട് ഈ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ കോടിക്കണക്കിന് രൂപ കേന്ദ്രം തന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യണില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അതിൻ്റെ വർക്കുകൾ നടക്കുന്നല്ലേ ഉള്ളൂ, തീരാതെ എങ്ങനെയാണ് വെള്ളം കിട്ടുന്നത്? വർക്ക് നടക്കുന്നല്ലേ ഉള്ളൂ. ഈ സർക്കാർ വരവ് മാറ്റിയല്ല ചിലവാക്കുന്നത്. അല്ല, വർക്കുകൾ നടക്കുന്നല്ലേ ഉള്ളൂ, തീരാതെ അങ്ങനെ വെള്ളം കിട്ടുന്നത്. നമുക്ക് പൈപ്പ് ഇട്ടാണോ വെള്ളം കിട്ടുക, കണക്ഷൻ കൊടുക്കണ്ടേ, കാര്യങ്ങൾ നടക്കുന്നല്ലേ ഉള്ളൂ. ഇനി 6-7 മാസം കഴിയുമ്പോൾ പരിപാടിയാകും. 6-7 മാസം കാലതാമസമേ ഉള്ളൂ എന്നാ പറയുന്നത്. ഇവിടുത്തെ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് അല്ലേ? എന്താ ഇവിടുത്തെ ഒരവസ്ഥ? ഇപ്പം ഇവിടുത്തെ ആൾക്കാർ പറയുന്നു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വരുന്നവർക്ക് ഏറെ സന്തോഷം തരുന്ന, നമ്മളെല്ലാവരും വിചാരിക്കുക എത്ര നാൾ ഇവിടെ താമസിച്ചാലും നമുക്ക് മടുക്കില്ലല്ലോ എന്ന്. പക്ഷേ ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതത്തിൽ അവരുടെ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട്. കുടിവെള്ളം കിട്ടുന്നില്ല, നെൽകർഷകരുടെ പ്രശ്നങ്ങൾ, സംഭരണം നടക്കുന്നില്ല, അതേപോലെ തന്നെ വികസനം അവർക്ക് ആവശ്യം, അതായത് വികസനം വരുന്നു എന്ന് പറയുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടണം, ഒപ്പം തന്നെ അവരുടെ ജീവിത നിലവാരം കൂടെ മാറണ്ടേ? അങ്ങനെ മാറുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്താ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത്? തീർച്ചയായും ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. തീർച്ചയായും വികസനം നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ മറ്റുള്ള മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കുട്ടനാടിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു മണ്ഡലമാണ്. നമുക്ക് ഇവിടെ ഒരു വികസന പ്രവർത്തനം ചെയ്യണമെങ്കിൽ മറ്റുള്ള മണ്ഡലങ്ങളെ അപേക്ഷിച്ച് അവിടെ മുടക്കുന്നതിൻ്റെ ഇരട്ടി തുക ഒരു ചെറിയ വർക്കിനാണെങ്കിലും നമുക്ക് മുടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള ഒരു ഇടുക്കിയിലോ അല്ലെങ്കിൽ കോട്ടയത്തോ നമ്മളൊരു പാലം പണിയുമ്പോൾ എടുക്കുന്നതിനേക്കാൾ ഇരട്ടി തുകയാണ് നമ്മുടെ ഈ കുട്ടനാട്ടിൽ ഒരു പാലം പണിയുമ്പോൾ മുടക്കേണ്ടി വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അല്ല, അത് ശരിയാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ചെറിയ കുഞ്ഞുങ്ങളാകുമ്പം അവരെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന പോലെ, പക്ഷേ ഇവരും മനുഷ്യരല്ലേ, എത്രയോ വർഷങ്ങളായിട്ട് പറയുന്ന ഈ ദുരിതം, പ്രത്യേകിച്ച് ഈ മടവീഴ്ചയൊക്കെ, അതിനൊരു സ്ഥിര പരിഹാരമില്ലേ? ശാസ്ത്രീയമായ ഒരു പരിഹാരം ഇല്ലേ? തീർച്ചയായിട്ടും പരിഹാരം നമ്മൾ നടത്തിക്കൊണ്ട് തന്നെ വരികയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി നമുക്ക് കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് നമ്മുടെ ഈ കുട്ടനാട് എങ്ങനെയായിരുന്നു എന്ന് നോക്കിയിട്ട് ആ 10 വർഷത്തിന് ശേഷം നമ്മുടെ കുട്ടനാട്ടിലുണ്ടായ വികസനങ്ങളൊന്നും അതുമായിട്ട് മാറ്റിവരച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ എത്രമാത്രം ഈ കുട്ടനാട് വികസിച്ചു എന്ന്. 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം നമ്മുടെ ഈ കുട്ടനാട്ടിലുണ്ടായിരുന്ന റോഡുകളും പാലങ്ങളും ഒന്നുമല്ല ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വന്ന വഴിക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. പല ജില്ലകൾ കടന്നാണല്ലോ നിങ്ങൾ ഈ കുട്ടനാട്ടിലേക്ക് വന്നത്. ഈ കുട്ടനാട്ടിലെ പല പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 7 പാലങ്ങൾ ഇപ്പോൾ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇനി 24ഓളം പാലങ്ങൾക്കാണ് നമ്മുടെ സർക്കാർ നമുക്ക് അനുമതി തന്നിരിക്കുന്നത്. എന്തായാലും അടിസ്ഥാന സൗകര്യ വികസനം വരുന്നത് നല്ലതാണ്. അത് ജനജീവിതത്തിലേക്ക് കൂടെ പടരാനുള്ള ഒരു സമയം അതെന്തായാലും സ്പീഡിൽ നടക്കട്ടെ. ഈ പഴയ സഹപ്രവർത്തകരാണ്, 2 NCPക്കാർ പഴയ സഹപ്രവർത്തകരാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വോട്ട് ചോർച്ചയ്ക്ക് ഒരു സാധ്യതയുണ്ടെന്നൊക്കെ കണക്കുകൂട്ടലുകളുണ്ട്. ശരിക്കും എന്താ അങ്ങനെ സംഭവിക്കും? എന്ത് സംഭവിക്കും? അങ്ങനെ പറയാനൊക്കത്തില്ല. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കുട്ടനാടിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് താന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഒരു വെള്ളം പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു റോഡ് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പം പോക്കറ്റ് റോഡൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് ഒലിച്ചു പോകും. വീണ്ടും നമ്മളത് ചെയ്യേണ്ടി വരും. അതേസമയം മേൽപ്പാലങ്ങളാണെങ്കിൽ ഈ AC റോഡിലെ പാലങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ലോണക്ക് പൈസ, ഇരട്ടി പൈസ മുടക്കിയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ കുടിവെള്ളത്തിന് വേണ്ടി 615 കോടി രൂപ മുടക്കി പണി തുടങ്ങിയിട്ടുണ്ട്. ആ പണി പൂർത്തീകരിച്ച് വരുന്ന 4 കമ്പനികൾക്കാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് വരുന്നത്. ഇപ്പം പുളുങ്ങുന്ന ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രി, അതും അതിൻ്റെ പണി തുടങ്ങാൻ പോവാണ്. പിന്നെ ജങ്കാർ കാവാലും അതിൻ്റെ പണി തുടങ്ങാൻ പോകണം. ഇതെല്ലാം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളൊരു പണി അങ്ങോട്ട് പൈസ കിട്ടിയ ഉടനെ അതിന് ടെൻഡർ വിളിച്ച് അതിനൊക്കെ കാലതാമസങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇലക്ഷൻ വന്നു. അപ്പം നമ്മൾ പൂർത്തീകരിച്ച് പോകത്തില്ല എന്നുള്ളൊരു ധാരണ. പക്ഷേ അങ്ങനെയല്ല. ടെൻഡർ കൊടുത്തിരിക്കുന്ന വർക്കുകളെല്ലാം, അതിൻ്റെ ഭരണാനുമതി കിട്ടിയ വർക്കുകളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടേ പോകത്തുള്ളൂ. പേരെന്താ? പേര് ജി.
ഈ കുട്ടനാട്ടിലെ ശരിക്കും ഒരു രാഷ്ട്രീയ സാഹചര്യം? ഇപ്പം നമ്മൾ ഒരു വിഭാഗം പറയുന്നു അവർക്ക് അവരുടെ ജീവിത പ്രശ്നങ്ങളുണ്ട് സാധാരണക്കാർക്ക്, മറുവിഭാഗം പറയുന്നു ഈ പറയുന്നത് പോലെ നമ്മളൊരു പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അത് ഇരട്ടി ചെലവാണ് കുട്ടനാട്, അത് തീരാനുള്ള ഒരു കാലതാമസം അത് മാത്രമാണ് ഉള്ളതെന്ന് പറയുന്നത്. ശരിക്കും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം? ഇപ്പോൾ ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, സഖാവ് പിണറായി വിജയൻ, രാജീവ് ചന്ദ്രശേഖർ, ഇവരൊക്കെ പ്രമുഖരായ 3 മുന്നണികളുടെ പ്രശസ്തരായിട്ടുള്ള നേതാക്കളാണ്. ഇവർ 3 പേരും ഒരേ സമയം ഈ കുട്ടനാടിനെ 13 പഞ്ചായത്തുകളാണ് ഡിവൈഡ് ചെയ്ത് ഇവർക്ക് കൊടുത്താൽ പോലും ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ തീർക്കാൻ പെട്ടെന്ന് പറ്റില്ല, ആരാലും കഴിയത്തില്ല. അതാണ് എല്ലാ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവർ പറയുന്ന പ്രധാന ഘടകം കുടിവെള്ളമാണ്. കുടിവെള്ളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 10 വർഷം ഇതേ മുന്നണി UDFൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ ഈ 10 വർഷമാണ് LDFിലേക്ക് വന്നത്. അതിൽ തന്നെ 5 വർഷമാണ് കുട്ടനാടിൻ്റെ MLA സ്ഥിരമായിട്ട് LDFിൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പം ഈ 5 വർഷ കാലാവധിയിൽ ഒരു MLAക്ക് എന്ത് ചെയ്യാൻ കഴിയും അതിൻ്റെ മാക്സിമത്തിൽ അദ്ദേഹം ഇവിടെ ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം തന്നെ നീലേറ്റുപുറത്ത് ആ പ്ലാന്റ് ചെയ്യുന്ന നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 3 മാസത്തെ കാലാവധിയോടുകൂടി കുട്ടനാട്ടിലെ കുടിവെള്ളത്തിനൊരു പരിഹാര പ്രശ്നം തീരും. പക്ഷേ ബാക്കിയെല്ലാം വരും. കുടിവെള്ളം ശരിയാണ്, ശകലം പോരായ്മകളിൽ 3 മാസം കഴിയുമ്പോൾ ഒന്നുകൂടെ ഞാൻ വരും. തീർച്ചയായിട്ടും വരാം. കാരണം നിങ്ങൾക്ക് ആ പ്ലാന്റ് ഇപ്പോൾ പോയി സന്ദർശിക്കാമല്ലോ. പ്ലാന്റ് നമ്മൾ ചുമ്മാ ഒരു കാര്യം പറയാൻ പറ്റത്തില്ല. ഈ നാട്ടിൽ പൈപ്പ് ഇടുന്നതോ മറ്റു കാര്യങ്ങളായിട്ട് ചെന്ന് സംശയം നോക്കി പരിഹരിക്കാം. രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ റോഡുകൾ, അതായത് കുടിവെള്ളം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത അടിസ്ഥാന ആവശ്യം മനുഷ്യന് റോഡുകളും പാലങ്ങളുമാണ്. ആശുപത്രികളും PHSC CHSC ആയി ഉയർത്തി. ബാക്കി ആശുപത്രികളുടെ എല്ലാ ബിൽഡിങ്ങുകളും ഇതായി. പുളിങ്കുന്നിൽ തന്നെ ഇവിടെ ഒരു ഹോസ്പിറ്റലിന് വൻ തുകയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതും ടെൻഡർ നടപടി, അതായത് TSും ഇതെല്ലാം കഴിഞ്ഞ് ടെൻഡർ നടപടിയിലേക്ക് പോയി നിന്ന് ടെൻഡർ ഏറ്റെടുത്താണ് അത് നിൽക്കുന്നത്. കാരണം ഇലക്ഷൻ്റെ ബൈലോ പ്രകാരമാണ് അത് പൊട്ടിക്കാൻ പറ്റാത്തത്. ഇല്ലെങ്കിൽ അതും ഡിക്ലറേഷൻ നടന്നേനെ. അങ്ങനെ ബാക്കി എല്ലാ സമസ്ത മേഖലകളിലും വികസനം കൃത്യമായിട്ട് LDF സർക്കാരിൻ്റെ ചെന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ, പിണറായി വിജയൻ ആയിക്കോട്ടെ, രാജീവ് ചന്ദ്രശേഖരനോ അല്ലെങ്കിൽ അവർക്ക് മുകളിലുള്ള നേതാവോ ഇവിടെ വന്ന് നിന്നോട്ടെ, പക്ഷേ ഇവർ 3 പേര് ചേർന്നാലും ഈ മണ്ഡലത്തിലെ പ്രശ്നം ഒറ്റയടിക്ക് തീർക്കാൻ പറ്റത്തില്ല. കാലതാമസം എടുക്കുന്ന അല്ലെങ്കിൽ കാലതാമസം നേരിടേണ്ടി വരുന്ന ഒരു പ്രധാന മണ്ഡലം തന്നെയാണ് കുട്ടനാട്. അതിൻ്റെതായ വികസന പോരായ്മകൾ ഇവിടെ കാണാറുമുണ്ട്. ഇപ്പം എൻ്റെ പിന്നിൽ നടക്കുന്നത് നെല്ല് അൺലോഡ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ്. അപ്പോൾ രാജസ്ഥാൻ മരുഭൂമിയിൽ ഒരു കിണർ കുഴിക്കുന്നത് പോലെ പ്രായോഗികമല്ലാത്ത അല്ലെങ്കിൽ പ്രശ്നമുള്ള ഒരു കാര്യമാണ് കുട്ടനാട്ടിൽ വികസനം അതിവേഗം എത്തിക്കുക എന്നതാണ് ഒരു വിഭാഗത്തിന്റെ വാദം. അതായത് ആര് വന്നെന്ന് പറഞ്ഞാലും കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ ഭൂപ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ മറ്റ് പശ്ചാത്തലങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസനം വരുമ്പോൾ അതിന് സ്വാഭാവികമായ കാലതാമസം ഉണ്ടാകും. ആ സ്വാഭാവികമായ കാലതാമസം മാത്രമേ ഇവിടെ ഉണ്ടാകുന്നുള്ളൂ എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. മറുവിഭാഗം ഈ ഒരു വികസനം മറ്റുള്ളവർ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം, ജീവിത നിലവാരം മെച്ചപ്പെട്ടാൽ അതൊക്കെ അതിവേഗം ഞങ്ങളിലേക്ക് വരണമെന്ന് പറയുന്നു. ഇവരുടെ വോട്ട് എന്തായാലും അങ്ങനെയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ നെല്ല് അൺലോഡ് ചെയ്യുന്ന തൊഴിലാളികളെ ബാക്കിൽ കാണാം. അപ്പുറത്ത് കുറേ ശൂന്യമായ ചാക്കുകളുണ്ട്. അൺലോഡ് ചെയ്ത ശേഷം കെട്ടിവെച്ചിരിക്കുന്ന ആ ചാക്കുകൾ പോലെ ശൂന്യമാവാതിരിക്കട്ടെ ഇവരുടെ ജീവിതം. കുടിവെള്ള പ്രശ്നമാണ് ഏറ്റവും വലുത്. ഒരു 3 മാസത്തിനുള്ളിൽ തീരുമെന്ന് പറയുന്നു. എന്തായാലും 3 മാസത്തിനപ്പുറം നമ്മൾ ഒരിക്കൽ കൂടി വരും. അന്നിവിടെ പുതിയൊരു MLA ഉണ്ടാകും. അത് നിലവിലെ MLA ആണോ പുതിയ ഒരാളാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും കുട്ടനാടിൻ്റെ മനസ്സ് ആർക്കൊപ്പം എന്ന് നമ്മൾ അല്പ ദിവസങ്ങൾക്കകം നമുക്കറിയാൻ സാധിക്കും. ഇവരുടെ ജീവിത പ്രശ്നങ്ങൾ മാറട്ടെ, സന്തോഷമായി കുട്ടനാട്ടുകാർ ജീവിക്കട്ടെ, ലോകത്തു നിന്ന് പലരും വീണ്ടും വീണ്ടും കുട്ടനാട്ടിലേക്ക് ആർത്തിയോടെ വരട്ടെ. ആ ഒരു ആഗ്രഹത്തോടു കൂടി 24 അടുത്ത മണ്ഡലത്തിലേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.